പനേപ്പള്ളി MMOVHS ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപകരില്ല എന്ന് രക്ഷിതാക്കളുടെ പരാതി. പനേപ്പള്ളി MMOVHS സ്കൂളിൽ ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപകരില്ല എന്ന രക്ഷിതാക്കളുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾ സ്കൂളിൽ പ്രതിഷേധവുമായി എത്തി. പരീക്ഷ അടുത്തിട്ടും ഹിന്ദി അധ്യാപകരില്ലാത്തതിനാൽ പോർഷൻ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ലാംഗ്വേജ് ഇംഗ്ലീഷ്, അറബി ഇതൊന്നും പ്രോപ്പറായിട്ടുള്ള ഇന്ന് ഞങ്ങൾ ഈ പ്രശ്നം നടക്കുന്ന സമയത്താണ് അറബിക്ക് അധ്യാപകൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹിന്ദിക്ക് അധ്യാപകൻ എടുത്തിട്ടുണ്ട്. ആ അധ്യാപിക ഇവിടെ വന്നിട്ടില്ല. ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഈ ഓൺലൈനിൽ എടുക്കാനാണെങ്കിൽ ഞങ്ങളെ കുട്ടികൾ ഇത്രയും ദിവസം ഇവിടെ വരുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. ആ ഹിന്ദി എന്ന് പറഞ്ഞാൽ ആ പീരീഡിൽ വീട്ടിലെടുത്തായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇന്ന് ഇപ്പോൾ 13-ാം തീയതി തുടങ്ങുന്ന എക്സാം ഹിന്ദിയാണ് 10ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹിന്ദി അധ്യാപകൻ വന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ മറ്റുള്ള ക്ലാസ്സുകളിൽ രണ്ടാമത്തെ വിഷയം ഹിന്ദിയായിട്ട് വരും. 13 ഞാൻ എൻ്റെ മകനെ ഹിന്ദി എഴുതിയില്ലെങ്കിൽ ഇപ്പോൾ DEOനെ ഞങ്ങൾ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല ആൾക്കാരെയും വിളിച്ചിരുന്നു. മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കാരെ പലരെയും വിളിച്ചു. ഇതുവരെയും ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ 9:30 മണി മുതൽ ഇവിടെ ഇരിക്കുന്നത്. ഇതുവരെയും ഞങ്ങളോട് സംസാരിക്കാനായിട്ട് ആകെ HM കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ക്ലാരിഫിക്കേഷൻ മാത്രമാണ് നൽകുന്നത്. അല്ലാതെ മാനേജ്മെൻറ്റാണ് ഇത് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു മാറുന്നത്. പക്ഷേ ഈ മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു ആൾ പോലും ഞങ്ങളോട് സംസാരിക്കാൻ ഇന്ന് വരെ വന്നില്ല. കഴിഞ്ഞ ദിവസം ഇത് ഞങ്ങൾ പെട്ടെന്ന് വന്നതല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഇതേപോലെ തന്നെ അന്ന് ഇതിൽ കൂടുതൽ പാരൻസ് ഉണ്ടായിരുന്നു. 10-30ഓളം പാരൻസ് ഇവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ചാണ്. അന്ന് ഞങ്ങളോട് പറഞ്ഞത് തിങ്കളാഴ്ച അധ്യാപികകൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചൊവ്വാഴ്ച വരുമെന്ന് ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി മാനേജ്മെൻറ്റ് പ്രതിനിധികൾക്ക് മറുപടി അറിയാം. മാനേജറിനെയോ വിളിച്ചിട്ടെടുക്കുന്നില്ല. മറ്റുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ ഇല്ല. ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് അംഗങ്ങളിൽ ഒരാൾ പോലും ഇതുവരെ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന സമയം 12 മണി അടുത്തായി ഇതുവരെയും ഞങ്ങളോട് സംസാരിക്കാൻ ഒരു പ്രതിനിധി പോലും വന്നിട്ടില്ല. ഞങ്ങളോട് കാണിക്കുന്ന, അതായത് ഇപ്പോൾ ഇവർ 8ാം ക്ലാസ്സിലെയോ ഏതോ ഒരു ക്ലാസ്സിലെ കുട്ടികളെ അധ്യാപികയെ കൊണ്ട് ഹിന്ദി എടുപ്പിച്ചു എന്ന് പറയുന്നത്. ഈ ഹിന്ദി എടുപ്പിക്കുന്ന ഒരു സൊല്യൂഷൻ ഇവർക്കിത് നേരത്തെ ചെയ്യാമായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവർ അധ്യാപകരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാത്ത മാത്രമല്ല, അതുകൂടാതെ ഈ എടുക്കുന്ന അധ്യാപകന് ഇന്ന് ഇത്രയും ക്രിട്ടിക്കലായ സന്ദർഭത്തിലും എടുത്ത അധ്യാപകൻ ലീവാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളോട് സംസാരിക്കാൻ പോലും, ഞങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ തരാൻ പോലും ഇവിടുത്തെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ആരും വന്നിട്ടില്ല. ഞങ്ങൾ ഇത്രയും നേരം HMനോട് സംസാരിച്ചിരുന്നു. HMൻ്റെ ഭാഗത്തുനിന്നുള്ള ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സ്കൂൾ ഈ അധ്യയന വർഷം തുടങ്ങി ഇവിടെ ഹിന്ദി ഹൈസ്കൂളിൽ അധ്യാപനമില്ല. പിന്നെ UPയിൽ അറബിക്ക് ഇംഗ്ലീഷിന് അധ്യാപനമില്ല. ഇവിടെ ഒരു ചിത്രരചന ഒരു അധ്യാപനം ഉണ്ടായിട്ട് ഒരു വർഷത്തിന് മേലെയായി ഇവർക്ക് അതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. കഴിഞ്ഞ മാസം ഇവിടെ ക്ലാസ് PTA നടന്നപ്പോൾ അവിടെ രക്ഷകർത്താക്കൾ ഹിന്ദി അധ്യാപകൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ മാത്രമാണ് ഇവർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചതും കുറച്ച് അധ്യാപകർ, ഇവിടുത്തെ അധ്യാപകർ, പഠിപ്പിക്കുന്ന അധ്യാപകർ സ്റ്റാറ്റസ് ഇടുകയും മാധ്യമത്തിൽ ഈ മട്ടാഞ്ചേരി സർക്കുലേഷനിൽ കൊടുത്തു എന്ന് ഇവർ പറയുന്നു. അത്രേ നമുക്കറിയാവുള്ളൂ. ഇപ്പം എക്സാം ഈ 13-ാം തീയതി എക്സാമാണ് 10ാം ക്ലാസ്സുകാർക്ക്. ഹിന്ദിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ഇവർ പറയുന്നത് ഇന്നലെ ഇവരുടെ അപ്പോയിൻമെൻറ്റ് നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഓടിച്ചിട്ടൊരു ക്ലാസ് എടുത്തുകൊണ്ടിട്ട് ഞങ്ങളുടെ കുട്ടികളെങ്ങനെ എക്സാം എഴുതും. ഇപ്പോൾ ഇവിടുത്തെ രക്ഷകർത്താക്കളുടെ ഒരു ആവലാതി എന്ന് പറഞ്ഞതാണ് ഈ ഒരു ദിവസം കൊണ്ടിട്ട് പഠിച്ചിട്ട് എങ്ങനെ എക്സാം എഴുതും എന്നുള്ളതാണ് ഓരോരുത്തരും ചോദിക്കാനുള്ളത്. കുട്ടികൾക്ക് ഹിന്ദി അധ്യാപനം നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ ഹിന്ദി അധ്യാപിക അവധിയിൽ പോയതാണ് പ്രശ്നമെന്നാണ് അറിയുന്നത്. രക്ഷിതാക്കളുടെ പരാതിയിൽ അധ്യാപകരെ നിയമിച്ചതായും പറയുന്നു. സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾക്കുള്ളത്. രക്ഷിതാക്കളുടെ പ്രതിഷേധം രാവിലെ മുതൽ ആരംഭിച്ച പ്രതിഷേധം ഉച്ചകഴിഞ്ഞും തുടർന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഈ ഓണത്തിന് അടുക്കളയിലെ തിരക്കുകളൊക്കെ ഒഴിവാക്കി പ്രിയപ്പെട്ടവർക്കൊപ്പം മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാം. നിങ്ങൾക്കായി പാരഡൈസ് കാറ്ററിംഗ് ഒരുക്കുന്ന വിഭവസമൃദ്ധമായ ഓണസദ്യ, അതും 5 പേർക്കുള്ള സദ്യയ്ക്ക് വെറും 3000 രൂപ മാത്രം. തിരുവോണ നാളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് എറണാകുളത്ത് നിന്നും ഭക്ഷണം വീട്ടിലെത്തിക്കും. ബുക്കിംഗിനായി ഉടൻ തന്നെ ബന്ധപ്പെടുക. ഏവർക്കും പാരഡൈസ് കാറ്ററിംഗിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.